Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wa sallallahu wa sallama ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയങ്കരായ മജ്ലിസുൽ ഖുർആൻ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 29 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള 2-3 ആയത്തുകൾ ഇന്ന് വായിക്കാം. സീറ്റിംഗ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ അല്ലേ? കുറച്ച് മുന്നോട്ടായില്ലേ ഇരുത്താം? കുറച്ചും കൂടെ മുന്നോട്ടായി. അതായിരിക്കും ശരി. ഞാൻ വിചാരിച്ച് ഒരുപാട് ആളായതുപോലെ തോന്നി ഇങ്ങോട്ട് വന്നപ്പോൾ. അത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം 23-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതിയിട്ട് പുതിയതിലേക്ക് വരാം. 23 മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. തുടർന്നുള്ള ആയത്തുകൾ വലിയ 2-3 ആയത്തുകളാണ് സമയം പോലെ. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم وقال نسوة في المدينة امرأة العزيز وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين إنا لنراها في ضلال مبين وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. فلما سمعت بمكرهن أرسلت إليهن متكئا وأعتدت لهن متكئا وآتت فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن എന്നാന്ന് പറയണ്ട, നിർത്തുമ്പോ എന്നാക്കിയാൽ മതി, ഒന്ന് മണിച്ചങ്ങ് സുഖം കൊടുത്ത് നിർത്തിയാൽ മതി കേട്ടോ. فلما سمعت بمكرهن أرسلت إليهن
وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. لا فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. قالت فلما سمعت فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. ഓക്കെ, അടുത്ത ആയത്ത് വന്നിട്ടോ. وقال نسوة في المدينة وقال نسوة في المدينة ആ പട്ടണത്തിലെ അന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയാൻ തുടങ്ങി. വിവരം എങ്ങനെയോ പുറത്തായിട്ട് അല്ലേ, പാട്ടായി, നാട്ടില് പാട്ടായി എന്ന് പറഞ്ഞില്ലേ, വിവരം പുറത്തായിട്ടില്ല. അങ്ങനെ ആ പട്ടണത്തിലെ അന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞ്? ഇമ്രഅത്തു, അത് ഈ നാട്ടിൽ തുടങ്ങ ഇമ്രഅത്തു എന്ന് പറയാം കേട്ടോ. ഇമ്രഅത്ത് ഹംസത്തുൽ വസ്ലാണ് അല്ലേ, എഴുതാൻ പാടില്ലാത്ത ഹംസയാണ്. ഈ എന്നാണ് തുടങ്ങേണ്ടത്, ആ എന്നല്ല, ഉ എന്നല്ല. ഉമ്രഅത്ത് എന്നോ അമ്രഅത്ത് എന്നോ പറയരുത്, ഇമ്രഅ എന്നാണ് പറയാ. അത് പഠിച്ചു വെക്കാനേ ഉള്ളൂ. നമ്മൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, 10 നാമങ്ങളുണ്ട് ഇതുപോലെ, 10. അറബിയില് ആയിരക്കണക്കിന് നാമപദങ്ങളുണ്ട്, അതിൽ 10 മാത്രമേ ഇങ്ങനത്തെ ഉള്ളൂ. ഹംസയാണ്, ഹംസ എഴുതാൻ പാടില്ല. അതായത് ഹംസത്തുൽ വസ്ല് കൊണ്ട് തുടങ്ങുന്ന 10 ഉള്ളൂ. ആ 10 നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതിൽ 8 ഖുർആനിൽ വന്നില്ല, 7. ബാക്കി 3 ഖുർആനിൽ വന്നിട്ടില്ലാത്തത്. അപ്പൊ 7 പഠിച്ചു വെച്ചാൽ തന്നെ ഖുർആൻ ഓതുമ്പോ ആ ഭാഗം ക്ലിയർ ആവും. ഇസ്മ, ഇസ്ത്, ഇസ്നാനി, ഇസ്നത്താനി, ഇബ്ന്, ഇബ്നത്ത്, ഇംറു, ഇംറഅത്ത്, ഐമുള്ള, ഐമുനുള്ള, ഇങ്ങനെ 10. ഇതൊക്കെ ഹംസത്തുൽ വസ്ലാണ്. തജ്വീദ് പഠനത്തിലൊക്കെ അല്ലാതെ പഠിക്കും. അപ്പൊ ഇംറഅത്ത് എന്നാണ് കൂട്ടി വായിക്കുമ്പോ ഈ ഉണ്ടാവൂല. ഖാലത്തിംറഅതു ഫിൽ മദീനത്തി ഇംറഅതു, ഫിൽ മദീനത്തി ഈ എന്ന് പറയില്ല. ഫിൽ മദീനത്തി പ്ലസ് ഇംറഅ സമം ഫിൽ മദീനത്തി ഇംറഅ, തിംറഅ. ഓക്കെ, അത് പിന്നെ തബ്ബത് യദാ അബീ ലഹബി വതബ്ബ്
മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു. വ പ്ലസ് ഇംറഅതുഹു എന്നാണത്. വ പ്ലസ് ഇംറഅതുഹു എന്നാണ്. കുട്ടി വായിക്കുമ്പോ ഈ പോയിട്ട് എന്താവും? വാ തുടങ്ങും. വംറഅതുഹു. അതാണ്. ഓക്കെ. وقال نسوة في المدينة امرأة العزيز تراود فتاها. എന്താ പറഞ്ഞു? ഒക്കെ വന്ന വാക്കാ പറഞ്ഞോളൂ. ഇംറഅത്തുൽ അസീസി, അയാളുടെ ഭാര്യ, പ്രഭുവിന്റെ പെണ്ണുങ്ങള്, തുറാവിദു ഫതാഹ, ഓളെ ഭൃത്യനോട് ഭൃത്യനെ വശീകരിക്കുന്നു. നിങ്ങൾ അറിയോ ഓൾപ്പോന്റെ വയ്യേക്കാ എന്ന് പറയാൻ തുടങ്ങി. അതാണ് വർത്താനം. ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതാഹ, അയാളെ പെണ്ണുങ്ങളിപ്പോ അവിടെയുള്ള ആ കുട്ടിയുടെ ഭൃത്യൻ എന്ന അർത്ഥത്തില് അവിടെ ഇന്നാള് കൊണ്ടുവന്നിട്ടല്ലേനോ, ആരോ കൊണ്ട് ഞങ്ങളെ മുമ്പ് വാങ്ങി കൊണ്ടുവന്ന ഒരാളില്ലേ, ഓനെ വശീകരിക്കുക. റാവത, നേരത്തെ വന്ന വാക്കാ. റാവത, റാവതത്തിനി, റാവതത്തുഹു എന്നൊക്കെ വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം വന്നതാണ്. അതാണ് ഇവിടെ റാവത യുറാവിദു തുറാവിദു, സ്ത്രീലിംഗ തുറാവിദു, അവൾ വശീകരിക്കുകയാണ്, വശീകരിക്കുന്നുണ്ട് പോലും, ഫതാഹ അവളുടെ യുവാവിനെ, അൻ നഫ്സിഹി അവനെ. അത്ര ഖദ് ശഗഫഹ ഹുബ്ബൻ, ഖദ് ശഗഫഹ ഹുബ്ബൻ, ആ സ്നേഹം, ശഗഫഹ അവളെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അത് തന്നെ ചിന്ത, അത് ഹൃദയത്തിന്റെ ഉള്ളിലായി പോയിക്ക്. വസത്താണ് എന്ന് പറയുന്നത് ഷഗഫ് എന്ന പദത്തെ കുറിച്ച്. വസത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ മധ്യം, അതേപോലെ ഹൃദയത്തിന്റെ അടിത്തട്ടില്, ഹൃദയത്തിന്റെ തന്തു എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ ഉള്ളിലാണ് ഹൃദയ സ്നേഹം കുടിപ്പിക്കപ്പെട്ടു. പിന്നെ മൂസാ നബിയുടെ ആ സമൂഹത്തിന്റെ പശുക്കുട്ടിയോടുള്ള ആരാധനയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞത് ഉശ്രിബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ പശുക്കുട്ടിയോടുള്ള ആരാധനയിൽ കുടിപ്പിക്കപ്പെട്ടു എന്നുണ്ട്. അതേപോലെ ഒരു പ്രയോഗം, ശഗഫഹ ഹുബ്ബൻ, അങ്ങേയറ്റത്തെ സ്നേഹം, ഓനെ കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതാണ് ശഗഫഹ ഹുബ്ബൻ എന്ന് പറഞ്ഞത്. പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത്. 10, 18, 19, 20 കൊല്ലം പോറ്റി എടുത്തിട്ട് അവസാനം കല്യാണാലോചനയൊക്കെ നടത്തി നിശ്ചയവും കഴിയുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ഓളെ കാണുന്നില്ല. എന്തേ കാര്യം? അത് ശഗഫഹ ഹുബ്ബൻ, വേറെ ഏതോ ഒരുത്തനോട് ഓളെ മനസ്സിൽ ഉള്ളിൽ കയറിപ്പോയ ഇഷ്ടമാണ്, വേറെ ഒന്നും ചിന്തല്ല. ഉമ്മന, വാപ്പന, പരിസരം, അധ്വാനം, കാലങ്ങള്, അടുത്ത വരുംവരായികകള്, ഭാവി കാലം, ഇതൊന്നുമില്ല. ഒറ്റ ചിന്ത മാത്രം. ഓനേ ഉള്ളു മനസ്സില്, അല്ലെങ്കിൽ ഓളേ ഉള്ളു മനസ്സില്. അതാണ് അവിടെ അത് ശഗഫഹ ഹുബ്ബൻ. അൽഹംദുലില്ലാഹ്. ഖദ് ശഗഫഹ ഹുബ്ബൻ. ഇനി നമ്മളെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും. നമ്മളവിടെ എന്താ നടക്കുക? അത് നടക്കൂല എന്നുണ്ടാ എന്താ ഉണ്ടാവുക? അത് സംഭവിക്കൂല എന്നുണ്ടാല് ഒന്നുകില് മരിച്ചാള്, അങ്ങനെ എന്തെങ്കിലും ചെയ്താളാ. ഇവിടെ മരിച്ചാള് എന്നല്ല തീരുമാനിച്ച്, ഇവിടെയും വിടൂല എന്ന് തന്നെ തീരുമാനം. മരിച്ചാളെന്ന് തീരുമാനിച്ചില്ല, സ്വയം നശിക്കലിലേക്കല്ല പോയത് എന്ന് മാത്രം. നോക്കാം നമുക്ക്. ഖദ് ശഗഫഹ ഹുബ്ബൻ ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ. ഓള് ശരിക്ക് മോശക്കാരത്തി എന്നാട്ടോ, ഓള് വല്ലാത്ത വ്യക്തി തന്നെ എന്നാലിട്ടോ എന്ന് പറഞ്ഞു. ഇന്നാ ലനറാഹ, നമ്മൾ ഓളെ കാണുന്നത് ഫീ ളലാലിൻ മുബീൻ, ശരിക്കും കഴിച്ചോള് തന്നെ ആവുള്ളൂ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെ ഇത് തന്നെ വർത്താനം. ഇത് ഒരാള് പറഞ്ഞൊന്നും ആയിക്കൂലല്ലോ, നാട്ടില് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു നടക്കാതെ. കാല നിസ്ബത്തും ഫിൽമതി. ഇത് കേൾക്കുമ്പോ ഓൾക്കും വെറുതെക്കാനാകുമോ?
പ്രത്യേകിച്ച് എവിടെ ഉള്ളതാ? നാട്ടിലെ കാര്യപ്പെട്ടോളാ. അപ്പൊ ഇത് കേട്ടാ നടക്കൂല. എന്നാ പിന്നെ ഇതൊരു തീരുമാനമാക്കണല്ലോ എന്ന് സ്വാഭാവികമായും അവരുടെ മനസ്സിൽ വരും. ഒരു തെറ്റുകാരി ആവാനും പാടില്ലല്ലോ. കഴിച്ചില്ലാണ്ടേ, കയ്യൊക്കെ ഉണ്ടായി. അപ്പോഴാണ് അവർക്ക് എന്ത് തോന്നിയത്? മൂപ്പരോട് പറഞ്ഞു നമുക്ക് നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിളിച്ചൊരു സൽക്കാരം കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ അവർക്ക് തീരുമാനമായി എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. ഏതായിരുന്നാലും ആ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അവര് വിളിച്ചു. ഈ വിവരം ഓരോ അറിഞ്ഞ് നാട്ടിലിത് പാട്ടായിട്ടുണ്ട്, ഫ്ലാഷ് ആയിട്ടുണ്ട് എന്നുള്ളത് മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതിന് പകരം നാട്ടിൽ ഇത് ചർച്ചയായി എന്ന് മനസ്സിലായി. ഒന്നുകൂടെ നോക്കായത് وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه مرلا قد شغفها حبا إنا لنراها في ضلال مبين. أما موبتي فلما سمعت بمكرهن അവരുടെ ഈ തന്ത്രം, മക്ർ എന്നാണ് ഉപയോഗിച്ചത്. മക്ർ എന്ന് പറഞ്ഞാല് തന്ത്രം എന്നൊക്കെയാണ്, കൗശലം എന്നതിനൊക്കെ ഉപയോഗിക്കാം. അതങ്ങനെ പറയാൻ കാരണം അതൊരു തന്ത്രമാക്കി ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാക്കി അവൾ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ആ ഒരു പ്രയോഗം തന്നെ നടത്തിയത്. ഫലമ്മ സമയത്ത് ഓള് കേട്ടപ്പോൾ ബിമക്രിഹിന്ന അവരുടെ ഈ വർത്തമാന തന്ത്രങ്ങളും ഈ ഫ്ലാഷാക്കലും കേട്ടപ്പോൾ അർസലത്ത് ഇലയിന്ന, അർസലത്ത് പരിചയമുള്ള വാക്കായിട്ടുണ്ടാവും. അർസലത്ത് അവൾ പറഞ്ഞു, ആ ഇമ്രത്തുൽ അസീസ് അർസലത്ത് ഇലയിന്ന അവരുടെ അടുത്തിലേക്ക് പറഞ്ഞു. ദൂതൻ പറഞ്ഞു ഇന്നെ കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. അവർക്ക് നാം ശിക്ഷ ഒരുക്കി. നാം കാഫിറുകൾക്ക് അഴ്ത്തദിന ഒരുക്കിയിട്ടുണ്ട്. അതാണ് അവൾ, ആ സ്ത്രീ ഇമ്രത്തുൽ അസീസ് തയ്യാറാക്കുകയും ചെയ്തു. ലഹുന്ന അവർക്ക് മുത്തക്കഅൻ, ഇത്തക്കഅ എന്നാൽ സുഖമായി ഇരിക്കുക, നല്ല സുഖമായി ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ. മുത്തക്ക ഇത്തക്ക ചാരിയിരിക്കുക എന്നൊക്കെ പറയും. ചാരുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ചാരുന്നത് തന്നെ ആലോചിക്കണ്ട. ചാരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള ആശയമാണ്. ചാരിയിട്ടാണെങ്കിലും മറ്റേ കാലിന്റെ അടിയിൽ വെച്ചിട്ട് കുത്തിരിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഇത്തക്ക വരും. മുത്തഖിഈന ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വന്നു. മുത്തഖിഈന അലൈഹ മുതഖാബിലീന, ഫേസ് ടു ഫേസ് നോക്കി അതിൽ ഇരിക്കുന്നവരായിരിക്കും, സുഖിച്ചിരിക്കുന്നവരായിരിക്കും, ചാരിയിരിക്കുന്നവരായിരിക്കും. ചാരാണ്ട് കുത്തിരുന്നാലും ഒക്കെ ഇത്തക്കയായി. ഓക്കെ, അപ്പോ മുത്തഖൻ അവർക്ക് ഇരിക്കാനുള്ള കുഷ്യൻ അവർ ഒരുക്കി. എന്നിട്ട് അവർക്ക് എന്തും കൊടുത്ത് കൊടുത്തു. ആത്തത്ത് അവൾ നൽകി, കൊടുത്തു. കുല്ല വാഹിദത്തിൻ ക്ഷണിക്കപ്പെട്ട് വന്ന എല്ലാ ഓരോരുത്തർക്കും കൊടുത്തു. സിക്കീനൻ കത്തി. അതെന്താ ഒരു ഇതില്ലാത്തൊരു വർത്താനം? അതപ്പോ അങ്ങനെ എല്ലാരും ഒരു കത്തി ഇങ്ങനെ വാങ്ങുക. ഓർക്കും തോന്നുന്നില്ല ഇതെന്തപ്പ ഞങ്ങൾ വിളിച്ചിരുത്തി കുത്തിരിക്കുമ്പോ ഒരു കത്തി ഇരുന്നത്. ഒരു തന്ത്രം ഉണ്ടെങ്കിലും ഇപ്പൊ ഒരാള്, ഞാൻ പെങ്ങളെല്ലാവരെയും കൂടി തന്ത്രം പ്രയോഗിച്ചു എന്റെ പുരയിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ കത്തിയാണ് പന്തലിലേക്ക് കയറുമ്പോ തരുന്നത്. നിങ്ങൾ എന്താ ചോദിക്കുക? ഇതെന്താ പരിപാടി ചോദിക്കുന്നത്? മറ്റേ കുസ്നിയിൽക്കൊന്നല്ലേ വിളിച്ചേ?
അതൊന്നും അവിടെ വലുപ്പമില്ലല്ലോ. അതിപ്പോ എല്ലാവർക്കും പ്രീ പ്ലാൻഡ് മനസ്സിലാവില്ലേ? ഈ ചരിത്രമൊക്കെ പറയുമ്പോഴേ ഇത് എനിക്കും വലിയ ആയത്തായി പോകാനുള്ള ഒക്കെ പറഞ്ഞില്ലെങ്കിലേ അതല്ല ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലേ ഓരോട് പറഞ്ഞത് ഓർക്ക് ചെയ്തു കൊടുത്തതായ മുഴുവൻ കാര്യവും ഈ ആയത്തിൽ തന്നെ വരികയാണെങ്കിൽ വലിയൊരു ആയത്താവും. അല്ലെങ്കിൽ യൂസഫിൽ വേറെ ആയത്തുണ്ടാകുമായിരിക്കും. അതെല്ലാം കൂടി ഒന്നും പറഞ്ഞില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ ഫലമാ സമയത്ത് മക്രിഹിന്ന കവിത അർസലത്ത് ഇലഹിന്ന ഓരോരുത്തർക്ക് പറഞ്ഞയച്ചു എന്നേ പറഞ്ഞുള്ളൂ. ആരെ പറഞ്ഞയച്ചു, എന്തിനു പറഞ്ഞയച്ചു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെവിടെ മനസ്സിലാവും? ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പറഞ്ഞ് ഓർക്കൊക്കെ ഇരിക്കാൻ സൗകര്യം ഒരുക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അർസലത്ത് ഇലഹിന്ന ലിയദൂനഹുന്ന ഇലാ ബൈതിഹ എന്നൊക്കെ പറഞ്ഞൂടെ? ഓളെ വീട്ടിലേക്ക് ഓരങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടോ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? പിന്നെ ഓൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വിളിക്കാൻ വേണ്ടിയേക്ക് ഓർ പോയത് മനസ്സിലായി. ആടെ ഒരു വലിയ സെന്റൻസ് ഒഴിവായി കിട്ടി. എന്നിട്ട് ഒരുക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം എല്ലാവർക്കും കത്തിയും കൊടുത്തത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? കേക്ക് കുറിക്കാനായിക്കും, കേക്ക് അയക്കും കൊടുത്ത് അല്ലേ? ഇപ്പൊ വേഗം മനസ്സിലാവും. എല്ലാവർക്കും കേക്കും കൊടുത്ത് കത്തിയും കൊടുത്തു. ആയിക്കോട്ടെ, കേക്കായിക്കോട്ടെ. എന്തോ ഓർക്ക് തിന്നാനുള്ള പല സാധനങ്ങളും ഓൾ ഒരുക്കിയിരിക്കും. അവിടെ ഫുഡ് പലതും ഉണ്ട്. പുഡിങ് ഉണ്ട്, അലീസ ഉണ്ട്, ഒക്കെയാണ് വിചാരിച്ചോളി. എന്തൊക്കെയാണോ അക്കാലത്ത് അങ്ങനെ ഒരു സദ്യ, ഒരു ഫുഡ് ഒരുക്കുമ്പോ കൊടുക്കുക, അതൊക്കെ ഉണ്ട്. ഏത് കാലത്തുള്ളാണ് ഇത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ തിന്നാല് ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും. ഇമ്പളെ വിളവ് എന്താന്ന് വെച്ചാൽ ഇതൊന്നും മുറിച്ച് വെച്ചുകൊടുത്തില്ല, ഈ സാധനമൊക്കെ കൊടുത്ത് മുറിച്ച് തിന്നോളി എന്ന് കത്തിയും കൊടുത്ത്, എന്റേതായ കത്തിയും കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും കൊടുത്തു എന്നുള്ള ആത്തത്ത് കുല്ല വാഹിദത്തി മിൻഹുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്തു. ഇത് എത്ര ആളുണ്ടായിരുന്നൊന്നും ഓർമ്മയില്ല. എന്തോരം കത്തി അപ്പുറത്തെ പോലെ എന്നൊക്കെ വാങ്ങിയേക്കും എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ടിയില്ല. 40ഓളം ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ കാണാം. നിസ്വത്ത് 40ഓളം ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അല്ലാഹു അലം, ആളുകളുടെ എണ്ണം നമുക്ക് വിഷയമല്ല. ഏതായാലും ആ നാട്ടില് അങ്ങനത്തെ ഒരു പൊരയിലത്തെ വിഷയം ചർച്ച ചെയ്യാൻ 10-12 ആൾക്കാരൊന്നും നല്ല ഉണ്ടാകുക. ഇങ്ങനത്തെ ഒരു വിഷയം പാട്ടായാൽ പ്രത്യേകിച്ച് എല്ലാവരും എങ്ങനോ കേൾക്കും, ഇത് എല്ലാവരും പറയുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്നാലും ഓരോക്കെ ഒന്ന് പാഠം പഠിപ്പിക്കണം, ഓരോക്കെ ഒന്ന് തിന്നാൻ വിളിച്ചാൽ വരികയും ചെയ്യും. ഇവിടേക്ക് എങ്ങനെ വിളിച്ചാലും വരൂലേ? വലിയ പുരയിലേക്ക് അപ്പം വിളിച്ചാലും ആൾക്കാർ പോകൂലേ? അങ്ങനെ ഒരു വിളി വിളിച്ചാൽ ഒക്കെ സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വിളിച്ചിരുത്തി എല്ലാവരും വന്ന് അപ്പോഴേക്ക് തീറ്റ കാര്യങ്ങളെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അസീസിന്റെ പുരയിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണത്തിന് വിളിച്ചിട്ട് എല്ലാവരും പോയി. പോകുമ്പോ എല്ലാവർക്കും എന്ത് ചെയ്തത്? തിന്നാനുള്ള പല സാധനങ്ങളുണ്ട്, മുറിച്ച് തിന്നണം, കത്തിയും കൊടുത്ത്. എനിക്കൊരു സിസ്റ്റം ഉണ്ടാവും, ഒരു രീതി ഉണ്ടാവും. ഞാൻ നോക്കി കാത്തു നിൽക്കേണ്ടി വരില്ല. എപ്പോഴാ മുറിക്കുന്നത് നോക്കി ഞാൻ ഓനോട് കയറിക്കോ എന്ന് പറയേണ്ടി വരില്ല. എപ്പോഴാ മുറിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു ഇതുണ്ട്. നമ്മൾ പുഡിങ് എപ്പോഴാ കഴിക്കുക? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെ കഴിക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ പോയിട്ട് നിന്നില്ലല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക. അപ്പോ അങ്ങനെ ഒരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പുഡിങ്ങിന്റെ അടുത്ത് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് പുഡിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്ക് നോക്കിയാൽ പോരാ ഞാൻ എന്റെ തന്ത്രം പ്രയോഗിക്കാൻ മതി. അതേപോലെ ആയിരിക്കണം. വല്ലാഹു അലം. ഏതായാലും ആള് വിളവത്തിയാണ്, ആണ്ട വിളവത്തിയാണ്. എന്തായി? മൂപ്പത്തി ഇവര് ഭക്ഷണമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഈ പിന്നെ ഇത് ഫ്രൂട്ടോ എന്താണോ വസ്തു, ഭക്ഷ്യവസ്തു, അത് മുറിക്കണ്ടേ, അത് കട്ട് ചെയ്ത് പാകപ്പെടുത്തേണ്ട സമയമായപ്പോ കറക്റ്റ് ഇങ്ങോട്ട് കയറി ചെല്ലുന്ന പറഞ്ഞു. അതാ നോക്കിങ്ങള്. ആത്തത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ. സിക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? സക്കീന, സിക്കീൻ എന്ന് പറഞ്ഞാല് കത്തി. സക്കീന എന്ന് പറഞ്ഞാലോ സമാധാനം. ഒരു വാക്കിന്റെ ഒരു ഹർക്കത്താണ് മാറിയപ്പോൾക്ക് സമാധാനവും അസമാധാനവും അല്ലേ? എന്തെന്നായി? ഓക്കെ. അപ്പോ സിക്കീനൻ കത്തി. ഓള് പറഞ്ഞ് ഉഖ്റുജ് അലൈഹിന്ന, ഒന്ന് ഒരിടത്തേക്ക് ചെല്ല് എന്നാണ്. ഉഖ്റുജ് അലൈഹിന്ന, ഈ ഒന്ന് ഒരിടത്തേക്ക് പോണം എന്നാണ്. ഈ അങ്ങോട്ട് ചെല്ലുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അനുസരണ വേണം, അല്ലെങ്കിൽ പോണം, എന്തോ ആവോ. പോയി ഈ സാധു
ഉഖ്റുജ് അലൈഹിന്ന. പോയി എന്നുള്ളത് ഇവിടെ പറഞ്ഞില്ല കേട്ടോ, പോയി എന്ന് ഇവിടെ പറഞ്ഞില്ല. അവൾ പറഞ്ഞു വക്കാലത്ത്, അവൾ പറഞ്ഞു ഉഖ്റുജ് അലൈഹിന്ന, ഈ ഓരോരുത്തർക്ക് ചെല്ലണം എന്ന്, കടന്നു ചെല്ലുക അവരിലേക്ക്. ഫലമ്മ റഅയ്നഹു, ഓർ ഇവനെ, ലമ്മ ആയപ്പോൾ കണ്ടു, റഅയ്ന അവർ സ്ത്രീകൾ കണ്ടു, ഹു അദ്ദേഹത്തെ, അവനെ. ഫലമ്മ റഅയ്നഹു, അങ്ങനെ അവർ അവനെ കണ്ടപ്പോൾ, അക്ബർനഹു, അക്ബർനഹു, ഓന ഭയങ്കര വലുപ്പമുള്ളതായി തോന്നി. അങ്ങനെയാ, കബീർ എന്ന് പറഞ്ഞാൽ വലുതല്ലേ, അക്ബർ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയ, ഉള്ളതിൽ ഏറ്റവും വലിയ ആളായിട്ട് തോന്നിയില്ല. അല്ല, അക്ബറിനുള്ള ഓർക്ക് ഇതിലും വലിയൊരു കാര്യം വേറല്ലാണ്ടായി, ഭയങ്കരായി, അവരന്തം വിട്ട് കുന്തം പോലെ. അവരന്തം വിട്ടു. അക്ബറിന് ആശ്ചര്യം തോന്നി അവർക്ക് അവന്റെ കാര്യം. അങ്ങനെ ഖത്തഅന ഐദിയഹുന്ന, എന്നിട്ട് ഒരു മുറിച്ച് ഐദിയഹുന്ന, ഓരോ കൈ. എന്താ വലിയതായി തോന്നിയ കൈ മുറിക്കണം നിയമമുണ്ടോ? എന്താ അതേ ഉള്ളൂ അല്ലേ, എല്ലാരെയും കൈ മുറിഞ്ഞിക്കോന്നൊന്നും എനിക്ക് ഓർമ്മല്ല. ഏതായാലും ഖത്തഅന ഐദിയഹുന്ന, ഓരോ കൈ മുറിഞ്ഞു, വിരല് മുറിഞ്ഞു പോയി. കൈ മുറിഞ്ഞു പോയി എന്ന് വെച്ചാല് ഒരു മുറി അല്ലേ, മുറി ഉണ്ടായിന്ന് മാത്രം, വിരല് മുറിഞ്ഞ് പലരുടെയും. അല്ല, ഖത്താൻ ഇവിടത്രേ ഉള്ളൂ, അവരുടെ കൈകൾ മുറിഞ്ഞു എന്നാണ്, അവരുടെ വിരലുകൾ മുറിഞ്ഞു. കൈ ഒന്നായിട്ടൊന്നും മുറിഞ്ഞു ഉണ്ടാവില്ല, വെട്ടി മുറിക്കേണ്ട സാധനം ഒന്നും ആയിക്കൂല. ചെത്തിപ്പോയി, അത്ര തന്നെ. കൈ മുറിഞ്ഞ്, നമ്മളെ ഭാഷയിൽ കൈ മുറിഞ്ഞു. ഫഖത്തഅന ഐദിയഹുന്ന, ഖതഅന മുറിച്ചുന, ഫഖത്തഅന അവർ മുറിച്ചുപോയി, ഐദിയഹുന്ന അവരുടെ തന്നെ കൈകൾ. അപ്പൊ അതാ ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു, എപ്പോഴാ പുഡിങ് കഴിക്കാന്ന് വെച്ചേ, പിന്നെ 10-40 ആൾക്കാരെ വിളിച്ചെത്തിയിട്ട് അവർക്ക് കത്തിയും കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണവും കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ഏറെക്കുറെ ഒരു സമയത്തായിക്കല്ലേ ഇത് കട്ട് ചെയ്യാം. അതുകൊണ്ട് ആ ടൈമിലേക്ക് ഇവനെ ഇറക്കി വിടുക. അല്ലാണ്ട് ആദ്യം തന്നെ അവരിങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഓരോരുത്തർ മുറിക്കുമ്പോൾ കൈ ഉറിഞ്ഞു പോവുകയും ചെയ്തെന്നൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് ഒരു ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് മുറിക്കേണ്ട ഘട്ടം വരും. ആ കറക്റ്റ് ടൈമിലേക്ക് ഇവനെ ഇറക്കി വിടുകയാണെങ്കിൽ ആ സമയത്ത് അവരുടെ ശ്രദ്ധ തെറ്റും എന്നാണ് ഈ പറഞ്ഞത്. ശ്രദ്ധ തെറ്റി, അത് അക്ബർനഹു എന്ന് പറഞ്ഞാല് അവരുടെ ശ്രദ്ധ തെറ്റിപ്പോയി, അവർക്ക് വലിയതായി തോന്നിപ്പോയി. ഖത്താൻ ഐദിഹുന്ന, പരിസരം മറന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ വന്നുപോയി, മുറിഞ്ഞുപോയി. വഖുൽന ഹാശ ലില്ലാഹ്, ഓരെന്ത് പറഞ്ഞു? ഹാശ ലില്ലാഹ് എന്ന് പറഞ്ഞു. എന്താ ഹാശ ലില്ലാഹ് എന്ന് പറഞ്ഞാല്? ഒരു അത്ഭുതപ്പെട്ട വർത്തമാനമാണത്. ഒരു അത്ഭുതത്തോടുകൂടെ പറയുന്ന വർത്തമാനമാണ്. വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ ലില്ലാഹ്. എന്നിട്ടോ എന്നിട്ടെന്താ ഹാശ ലില്ലാഹ് എന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹ് എന്നർത്ഥം. അടച്ചോനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. ഹാശ ലില്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവരെന്താ പറഞ്ഞ കാര്യം? മാ ഹാദാ ബശറൻ, ഇതൊന്നും ഒരു മനുഷ്യനൊന്നല്ല കേട്ടോ. മാ ഹാദാ ബശറൻ, ഇത് മനുഷ്യനൊന്നല്ല. ഇൻ ഹാദാ ഇല്ല മലക്കുൻ കരീം, ഇത് മാന്യനായ ഒരു മലക്ക് വന്നതാ. സൗന്ദര്യം കൊണ്ട് തന്നെ പറഞ്ഞു. യൂസുഫ് നബിയെ കുറിച്ച് സൗന്ദര്യം പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ആണുങ്ങൾക്കല്ലേ സൗന്ദര്യം എന്നാ ചോദിച്ചത്? ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ഓടിയില്ല. ഞാൻ വിചാരിച്ചത് സാധാരണ ആണുങ്ങൾക്കല്ലല്ലോ സൗന്ദര്യം പറയല്, പെണ്ണുങ്ങൾക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നതെന്ന് വിചാരിച്ച്. നിങ്ങൾ അതിലും വലിയ തന്ത്രം പ്രയോഗിച്ച്. അക്ബർനഹു, അതെ, അത് തന്നെ. അപ്പൊ പുരുഷനാണ് സൗന്ദര്യം, അതങ്ങനെ തന്നെയാണല്ലോ. കിടക്കുകയോ പോകുകയോ, രസം പോകുകയല്ലേ? എന്ത് രസാ പോകുകയോ കാണാൻ. മയില് ആണോ പെണ്ണോ നല്ല രസമുള്ളത്? ആണാണ്. നിങ്ങൾക്കാണോ ഞാനോ ഓളോ നല്ല രസമുള്ളത്?
അങ്ങനെ ഓരോ നോക്കികള്. അങ്ങനെയാണ് ഏറ്റവും ഭംഗി ആണുങ്ങൾക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെയാണ്. ഏതായാലും സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. സ്വാഭാവികമാണ്, സൗന്ദര്യം എന്നത് പലപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ് സൗന്ദര്യം. സ്വഭാവങ്ങളോ മറ്റോ ഒന്നുമല്ലോ. നമ്മളെ നാട്ടിലും നോക്കുന്നത് സ്വഭാവവും കാര്യങ്ങളൊന്നുമല്ലോ, കാണാനുള്ള സൗന്ദര്യം തന്നെയല്ല എല്ലാവരും നോക്കുക. എന്തായാലും നിറവും കോലവും ആ ഒരു ഇത് തന്നെയാണ് ആരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. അല്ലാതെ ഒന്നും ചിന്തിക്കുന്നില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. സ്വാഭാവികമായി ഉണ്ടാകുന്ന ചേരുമോ രസമുണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും വരുന്ന ഇത്. അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രത്യേകം നബി നോക്കണം എന്നും പറഞ്ഞു, ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു, ദീനിന് ഈ പ്രാമുഖ്യം കൊടുക്കണട്ടോ എന്ന് പ്രത്യേകം പറയുകയും ചെയ്ത്. അല്ലാണ്ട് മാത്രമായി പോരുത്. ദീനിന് കൊടുത്താൽ അതാണ് കിട്ടുക, മറ്റേതൊക്കെ എപ്പോഴും പോകും, സൗന്ദര്യമൊക്കെ എപ്പോഴും പോയി പോകും എന്നാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ സൗന്ദര്യമൊക്കെ പെട്ടെന്ന് പോയി പോകും. നല്ല മുടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കഷണ്ടിയ. ഇതേപോലെ നല്ല മുടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് കഷണ്ടിയായിപ്പോയി. അതാണ് പോയി പോവും. നല്ല കറുത്ത താടിയായിരുന്നു, ഇപ്പം ലേശ കറുത്തുള്ളൂ, ബാക്കിയൊക്കെ വെളുത്തുപോയി. അത് ചിലപ്പോ നല്ല സൗന്ദര്യമാവും. ഫുള്ള് വെളുത്ത ചിലർക്ക് നല്ല സൗന്ദര്യ, ചിലർക്ക് അവര് നിങ്ങളെ പോലെ. അതെ, അങ്ങനെയാണ്. അപ്പോ അത് സൗന്ദര്യം എന്നതൊക്കെ ഒന്ന് അത് ആപേക്ഷികമാണ്. രണ്ട്, അത് കുറഞ്ഞ കാലത്തേക്കൊക്കെ ഉണ്ടാവും, ചുക്കി ചുളിഞ്ഞങ്ങ് പോകും. നമ്മളിനി എങ്ങനെ വർക്കൗട്ട് ചെയ്താലും അതൊക്കെ അങ്ങ് പോകും. പിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ട സൗന്ദര്യത്തിൽ പെണ്ണുങ്ങളെ വിശ്വസിക്കാനും പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു ചിലപ്പോ എന്തായിക്കും, മേക്കപ്പ് ആയിക്കും. എന്റെ സ്കൂളിൽ എച്ചമ്മ പറയുമ്പോഴാണ് 2 കിലോ പൊടി തേച്ചാ വരിക എന്ന് പറഞ്ഞിട്ട്. അതുപോലെ 2 കിലോ പൊടി തേച്ചാ വരിക, അതുകൊണ്ട് ഒരു പുറത്തിറങ്ങൂല. അതുപോലെയാണ്. അപ്പോ ഒറ്റ നോട്ടത്തിലൊന്നും തീരുമാനിക്കണ്ട. പണ്ട് കാണാൻ പോകുമ്പോൾ കാണുന്ന അപ്പം നല്ല പണ്ടെങ്ങനെയും കാണാൻ പോലും എനിക്കറിയാലോ. നിങ്ങളൊക്കെ കാണാമെന്ന് എങ്ങനെയാണ് നിങ്ങൾ കയറി അങ്ങനകത്ത് കയറി കഴിഞ്ഞ് കുറച്ചു നേരം വർത്താൻ പറഞ്ഞോ ഒക്കെ ഇപ്പോഴല്ലേ. അന്ന് അങ്ങനെയാണ് മുകളിൽ നോക്കാൻ പോയതാണോ അത് എന്റെ വാപ്പ ഞാൻ കേട്ടിട്ടേ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെയാണ് ഇതൊക്കെ. അപ്പോ ഒറിജിനൽ കാണാം അല്ലേ? ആയിക്കോട്ടെ, നിങ്ങളത് കഴിഞ്ഞൊരു ചർച്ച ചെയ്തോളൂ. ഇനി അപ്പോ ഇല്ല മലക്കും കരീം, ഇതൊരു മലക്കാണെന്നാ തോന്നുന്നത്, ഇത് മനുഷ്യനൊന്നല്ല എന്ന് സൗന്ദര്യത്തിൽ അവരും ഭ്രമിച്ചു പോയി. ആ ചാൻസിൽ ഓള് പറഞ്ഞ വർത്താനം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അടുത്ത ആഴ്ച വരണം, അന്നേരം അത് ഓള് വർത്താനം കേൾക്കുക. ഇതാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞില്ലേനോ, എന്റെ ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞിടുന്നില്ലേനോ, അതാണ് തോത്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആർക്കാ അങ്ങനെ തോന്നാണ്ടിരിക്കുക? അതുകൊണ്ട് ഞാൻ ഓരോട് പറഞ്ഞതിൽ നിൽക്കൂലെങ്കിൽ ഇനിയും ഒന്നുകിൽ ഓൻ ജയിലിൽ പോകണം, അല്ലെങ്കിൽ ഓൻ നിന്യനായി മാറും. ഒരു സംശയമില്ല, ഞാൻ അതിന്റെ പിന്നിൽ തന്നെയാണ്, വിടൂല ഞാൻ എന്നാണ് ഓള് പറയുന്നത്. മൂപ്പർ ഓളോട് ഇന്ന കൈതക്കുന്ന ആളെയും എന്നും എന്റെ തന്ത്രം വല്ലാണ്ടാണെന്നും വസ്തഫിനിൽ ദമ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഓളോട് മൂപ്പര് പറയേണ്ടിയൊക്കെ പറഞ്ഞിട്ടെങ്കിൽ ഓളിപ്പോഴും അവിടെ തന്നെ ഉള്ളത് ഇവനെ ഞാൻ കൊടുക്കും എന്നടുത്ത് തന്നെ, കൊടുക്കും എന്നടുത്ത് തന്നെയാണ്. അത് പറയണ്ടില്ല യസ്ജനന്ന വലയകൂന മിന സാഗരീൻ. അല്ലെങ്കിൽ ഓന് ഈ കൊട്ടാരത്തിൽ എങ്ങനെ ജീവിക്കാമായിരുന്നു? സന്തോഷത്തോടെ ജീവിക്കാം എന്നാണ് അടുത്ത വചനങ്ങൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് 8:35 നമുക്കിവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിനെതിരാകാതെ ജീവിക്കുവാനും നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിളച്ചറബെ പുറത്ത് മാപ്പാക്കി തരണം. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.
വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.